പച്ചക്കക്കപ്പൊടി നമ്മൾ ക്രഷ് രൂപത്തിലുള്ളതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുന്നോടിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു മാസം മുന്നൊക്കെ നമ്മൾ പച്ചക്കക്കപ്പൊടി നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര മണി പോലത്തും അതേപോലെ തന്നെ നമ്മൾ ക്രഷ് രൂപത്തിലൊക്കെ ചിലപ്പോൾ മെയ് ഫസ്റ്റോ ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം മെയ് ലാസ്റ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ ജൈവവളം ഇട്ട് കൊടുക്കുക. ചെടിക്ക് കറക്റ്റ് വലിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അത് കുറേ കാലം നമ്മൾ മണ്ണിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കും. സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നതുകൊണ്ട് കുറേ കാലം നിൽക്കും. കാരണം മഴക്കാലത്താണ് നമ്മളെ മണ്ണ് കൂടുതലായിട്ട് അസിഡിക് ആയി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മണ്ണിലെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആ ഒരു സമയത്ത് നമ്മളെ മണ്ണ് നമ്മളെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മുൻകരുതലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മാസം മുന്നേ ഒക്കെ നമ്മൾ പച്ചക്കക്കപ്പൊടി മണ്ണിൽ നല്ല മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, നല്ല നനവ് കൊടുക്കുക. ഈർപ്പുണ്ടായാലും മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടവിട്ട് മഴ പെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ നനച്ച് കൊടുക്കാതിരിക്കരുത്. കാരണം ഇതിൻ്റെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കുക. മണ്ണിൽ ഈർപ്പം വേണം. ഇപ്പോൾ വെയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് പുതട്ട് കൊടുക്കുക. ഇപ്പോൾ മഴക്കാലത്താണെന്നൊരു കുഴപ്പമില്ല. കാരണം കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ജൂൺ ഫസ്റ്റൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ നനച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ മണ്ണിൽ ഈർപ്പുണ്ടാവും. അപ്പോൾ ഡെയിലി നനയ്ക്കണം എന്നൊന്നുമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, മണ്ണിൽ ഈർപ്പുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നതിൽ ഇനിയിപ്പോൾ ഡോളമേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടെ. കാരണം കുമ്മായക്കല്ല് പൊടിച്ചിട്ട് വരുന്നതാണ് ഡോളമേറ്റ്. അതിൽ കാൽസ്യം ഉണ്ട്, അതേപോലെ മഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ ഡോളമേറ്റ് ഇട്ട് കൊടുത്താൽ ഒരു 5 മുതൽ ഒരു 7 ദിവസം വരെ ഒരു സമയം എടുക്കും അത് മണ്ണിലൊന്ന് ലയിച്ച് വരാം. കറക്റ്റ് പറഞ്ഞാൽ ഒരു 10 ദിവസം തന്നെ അതിന് സമയം എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഈ 3 രൂപത്തിൽ നമുക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ എടുത്ത വീഡിയോ എന്ന് വെച്ചിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നൈസ് രൂപത്തിൽ പൊടിച്ചിട്ടുള്ള പച്ചക്കക്കപ്പൊടി മാത്രം ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ടൈം മുൻകൂട്ടി കണ്ടുണ്ടെങ്കിൽ കുമ്മായിട്ടിട്ടോ അല്ലെങ്കിൽ ഡോളാമേറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പച്ചക്കക്കപ്പൊടിൻ്റെ ക്രഷ് രൂപത്തിലുള്ള അതിനുള്ള ടൈം മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചോളൂ, ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ പറയുക, ഇപ്പോൾ ഈ മെയ് മാസം പകുതിയൊക്കെ ആയപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളിപ്പോൾ മണ്ണ് ട്രീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുമ്മായ ഇട്ട് കൊടുക്കുന്നതാണോ പച്ചക്കക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ കേരളത്തിലെ മണ്ണ് അസിഡിക് ആണെന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ മഴ കൂടുതൽ ലഭിക്കുന്നതിനെ കൊണ്ടാണ് നമ്മളെ കേരളത്തിലെ മണ്ണ് കൂടുതലായിട്ടും അസിഡിക് ആയിട്ട് കാണപ്പെടുന്നത്. അത് കൂടുതലായിട്ടും മഴക്കാലത്ത് അങ്ങനെ ആയിരിക്കും കാണട്ടോ. അപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണൊക്കെ അസിഡിക് ആയിരിക്കും. നമ്മൾ എന്ത് വളമിട്ട് കൊടുത്താലും ചെടി മുരടിച്ചും കൊണ്ടേയിരിക്കും. പലരും പറഞ്ഞു കേട്ടില്ല, ഞാൻ ജൈവസ്ലറി കൊടുത്തു, ജൈവവളം കൊടുത്തു, എപ്സം സാൾട്ട് കൊടുത്തു, എല്ലാം കൊടുത്തു, പക്ഷേ ചെടിയിൽ മഞ്ഞളിപ്പ് മുരടിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് മണ്ണ് അസിഡിക് ആയതുകൊണ്ടാണ്. അപ്പോൾ മണ്ണ് അസിഡിക് ന്യൂട്രലാക്കാൻ വേണ്ടി നമ്മൾ മാർഗം പെട്ടെന്ന് നമ്മൾ നോക്കൽ എന്താ വെച്ചാൽ ഒന്ന് കുമ്മായം അല്ലെങ്കിൽ ഡോളാമേറ്റ് അല്ലെങ്കിൽ പച്ചക്കക്കപ്പൊടി, ഈ 3 നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ 3 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മണ്ണ് അസിഡിക് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് വളമിട്ട് കൊടുത്താലും അത് ലയിച്ച് കഴിഞ്ഞാൽ അത് ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അവിടെ ന്യൂട്രലാക്കി കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ 3 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുമ്മായാണെന്നുണ്ടെങ്കിലും പച്ചക്കക്കപ്പൊടി ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ ഇത്തിളാണ്, നമ്മളെ ചിപ്പി എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ കുമ്മായത്തിൽ എന്ന് പറയുമ്പോൾ ഈ ചിപ്പിൻ്റെ പുറത്തൊരു പച്ച കോട്ടിങ് ഉണ്ടാവുമല്ലോ. ഈ കോട്ടിങ് ഹൈ ടെമ്പറേച്ചറിൽ റിമൂവ് ചെയ്തിട്ട് നീറ്റിയെടുക്കുന്നതാണ് നമ്മൾ ഈ കുമ്മായം എന്ന് പറയുന്നത്. വെള്ള പൗഡറായിട്ട് വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ പച്ചക്കക്കപ്പൊടി, ഇപ്പോൾ ഈ കുമ്മായത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30% വരെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കക്കപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഈ ഇത്തിൾ തന്നെ ഉണ്ടല്ലോ, ഈ പച്ച കോട്ടിങ് പോക്കാതെ തന്നെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് വരുന്നത്. നീറ്റി പൊടിക്കുന്നതല്ല, ഡയറക്റ്റായിട്ട് ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് വരുന്നതാണ് ഈ പച്ചക്കക്കപ്പൊടി. അപ്പോൾ ഇതിൽ 60% കാൽസ്യം ഉണ്ട്. പക്ഷേ ഈ പച്ചക്കക്കപ്പൊടി സ്ലോ ആയിട്ടാണ് ചെടികൾക്ക് റിലീസ് ആവുക. പെട്ടെന്ന് തന്നെ അത് കിട്ടൂല. അതെങ്ങനെയാ വെച്ചാൽ ഈ പച്ചക്കക്കപ്പൊടി നമുക്ക് 3 രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു 1/2 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ക്രഷ് രൂപത്തിലായിട്ട് പൊടിച്ച് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്നാ അറിയാം, ഇത് നമ്മളൊരു വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലയിക്കില്ല. അപ്പോൾ പെട്ടെന്ന് ലയിക്കാതെ നമ്മൾ മണ്ണിലിട്ട് കൊടുത്താൽ ഇത് മണ്ണിലും പെട്ടെന്ന് ലയിക്കില്ല. അപ്പോൾ അത് സ്ലോ ആയിട്ട് അത് റിലീസ് ആവുള്ളൂ. അത് ഒരു മാസം 1.5 മാസമൊക്കെ ടൈം ആകുമ്പോൾ മാത്രമേ അത് ചെടിക്ക് തിരിച്ചായിട്ട് കാൽസ്യം കിട്ടുള്ളൂ. അപ്പോൾ അത് വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ ആ കാൽസ്യത്തിൻ്റെ ഗുണം നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടൂല. ഇനി ഈ പച്ചക്കക്കപ്പൊടി നമുക്ക് രണ്ടാമത്തെ ഒരു രീതിയിൽ വരിക, നമ്മളെ പഞ്ചസാര മണി പോലെ പൊടിച്ചിട്ട് വരുന്ന രൂപത്തിൽ നമുക്ക് പച്ചക്കക്കപ്പൊടി വരാറുണ്ട് പല വളക്കടയിൽ നിന്ന്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് സ്ലോ ആയിട്ട് റിലീസ് ആവും. അതും നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തൊക്കെ ഒരു ബോട്ടിൽ ഒരു കൈപ്പാട്ടിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക, എത്രത്തോളം വെള്ളത്തിൽ ലയിക്കുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ അതേപോലെ തന്നെ മണ്ണിലിട്ടാൽ അത് ലയിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. ഇനി അതല്ലാതെ പച്ചക്കക്കപ്പൊടി നമ്മളെ നൈസ് പൗഡറായിട്ട് നമ്മളെ മൈദപ്പൊടിനെക്കാട്ടി നൈസായിട്ട് നമുക്ക് പൊടിച്ച് വരും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ
പെട്ടെന്ന് തന്നെ കലങ്ങും. അത് നമ്മൾ മണ്ണിൽ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മണ്ണിനോട് ലയിക്കും. അപ്പോൾ അത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ പച്ചക്കക്കപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് പെട്ടെന്ന് തന്നെ ന്യൂട്രലാകും. ഈ വളം ഒരാഴ്ച കൊണ്ട് ഇത് ലയിച്ച് വരുന്ന സമയത്ത് തന്നെ ഇത് ചെടിക്ക് വലിച്ചെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അതേസമയം നമ്മൾ കുമ്മായാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുമ്മായ അത്ര നൈസല്ല. നമ്മൾ ഒരു ബോട്ടിൽ വെള്ളത്തിൽ നമ്മൾ കലക്കി നോക്കിയാൽ മതി, ലേശം ചണ്ടി അടിയിലുണ്ടാവും. അപ്പോൾ കുമ്മായ ഇട്ട് കൊടുത്താൽ അത് നമ്മളെ മണ്ണിനെ ന്യൂട്രലാക്കി എടുക്കാൻ വേണ്ടി ഒരു 10 മുതൽ 15 ദിവസം വരെ സമയമെടുക്കും. അപ്പോൾ അത് വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ, ഇനി അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിന് ഇട്ട് കൊടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ആ വളത്തിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആ വളം ഇപ്പോൾ ലയിച്ച് കഴിഞ്ഞാൽ ആ ചെടിക്ക് ആ ഒരു സമയത്ത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കാം. കാരണം ഇപ്പോൾ നമ്മളൊരു ജൈവ രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ മണ്ണിലിട്ട് കൊടുത്തു, ഇപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുന്നതനുസരിച്ചിട്ട് അതൊന്ന് ലയ രൂപത്തിലായി. ഈ ലയ രൂപത്തിലാവുമ്പോൾ മണ്ണ് ന്യൂട്രലാവാതെ ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഇനി മണ്ണ് ന്യൂട്രലായി വരുന്നവരെ ഈ ലയ രൂപത്തിലായി ഈ വള പോഷകം അവിടെ തന്നെ നിലനിൽക്കണോ എന്നില്ല. കാരണം നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കുമ്പോൾ അതൊന്നെങ്കിൽ അടിയിലേക്ക് വലിഞ്ഞു പോവാം. ഇപ്പോൾ ബോട്ടിലൊക്കെ എന്നുള്ള അടിയിൽ കൂടി ആ സത്തുകൾ ഒലിച്ചു പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഗുണം കിട്ടാതിരിക്കും. അല്ലാതെ കുമ്മായത്തിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിച്ച് ഈ വളത്തിൻ്റെ ഗുണം നഷ്ടപ്പെടില്ല. ഇതാണ് ആ ഒരു ടൈം പീരീഡ് വരെ ആ വളം ആ പോഷകം ചിലപ്പോൾ മണ്ണിൽ നിലനിൽക്കണം എന്നില്ല. നമ്മളിങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നഷ്ടപ്പെട്ടു പോവാം. അപ്പോൾ നമ്മൾ വളങ്ങളിട്ട് കൊടുക്കുക, കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 10 മുതൽ 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വളങ്ങളിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പച്ചക്കക്കപ്പൊടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൈസ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ തന്നെ നമുക്ക് വളങ്ങളിട്ട് കൊടുക്കാന്നുള്ളത്. പക്ഷേ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വളങ്ങളിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ആക്ച്വലി ഇതൊന്ന് മണ്ണിൽ ലയിക്കുമ്പോഴത്തേക്ക് ഈ വളം ഇട്ട് കൊടുക്കുമ്പോൾ വളം ഒന്ന് ലയിച്ച് വരുമ്പോഴത്തേക്ക് ചെടിക്ക് കറക്റ്റ് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മറ്റേ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സത്ത് ഒലിച്ചു പോകാൻ ചെടിക്കറ്റ കിട്ടൂല. ഇതിൻ്റെ സത്ത് ഒലിച്ചു പോകാനും ചാൻസ് കൂടുതലാണ് കേട്ടോ.